മലപ്പുറം വഴിക്കടവ് മുക്കണം പൊട്ടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി പ്രദേശത്തെ കൃഷി നശിപ്പിച്ചു. ഒരാഴ്ചയായി പ്രദേശത്ത് കാട്ടാന നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കാട്ടാനയുടെ രൂക്ഷമായ ശല്യത്തിൽ കൊല്ലേരി മുനീർ എന്ന വ്യക്തിയുടെ 35ഓളം കമുകിൻ തൈകൾ ഇന്നലെ രാത്രി കാട്ടാന വന്ന് ഫുള്ളായിട്ട് കൃഷി നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നിന്നും 100 മീറ്റർ അപ്പുറത്തൊട്ട് ജനവാസ മേഖലയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ കാട്ടാന ശല്യത്തിൽ ജനങ്ങൾ വളരെയധികം നിരാശരാണ്. വനപാലകരോട് പറഞ്ഞിട്ട് അവർ പറയുന്നത് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് രേഖാമൂലം പരാതി നൽകാനാണ്. ഒട്ടനവധി പരാതി ഞങ്ങൾ ഇതിനു മുന്നേ നൽകിയതാണ്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് നമുക്കൊപ്പം ചേരുന്നത്. ശാന്തകുമാർ, വഴിക്കടവിൽ തന്നെയാണ് ഇത്. നിലമ്പൂർ നിയോജക മണ്ഡലമാണ്. വലിയ രൂക്ഷമായിട്ടുള്ള കാട്ടാന ആക്രമണമാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. കവുങ്ങൊക്കെ ചവിട്ടി മറിച്ച് ഒടിച്ചിട്ടിരിക്കുകയാണ്. എന്താണ് വനപാലകർ പറയുന്നത്? ഒരാഴ്ചയായി പ്രദേശത്ത് ഈ കാട്ടാനയുടെ ശല്യമുണ്ട് എന്നുള്ളത് നാട്ടുകാർ നിരന്തരം ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവസര സമയങ്ങളിൽ വന്ന് അതിനെ നോക്കി പോവുക അല്ലാതെ അതിന് ഒരു കൃത്യമായ നിലപാടോ നടപടിയോ സ്വീകരിക്കുന്നതിന് ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പരാതിപ്പെടുന്നത്. കാരണം ഇത് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് കവുങ്ങിൻ തോട്ടത്തിൽ കയറിയാണ് കവുങ്ങിൻ തൈകളും മരങ്ങളും ഒക്കെ നശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു. ഈ കൃഷി നേരത്തെ ബിനു സൂചിപ്പിച്ച പോലെ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെയാണ് വഴിക്കടവ്. ഈ വഴിക്കടവിലെ മലയോര മേഖലയിൽ ആകെ നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം, കാട്ടാന, കടുവ, പുലി, ഇത്തരം സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇടം തന്നെയാണ്. ഇപ്പോൾ ഈ കാട്ടാന കൂട്ടം ഇറങ്ങിയിരിക്കുന്നത് ജനവാസ മേഖലയാണ്. 100 മീറ്റർ അപ്പുറത്ത്, ഇപ്പോൾ ഈ കൃഷി നശിപ്പിച്ച 100 മീറ്റർ അപ്പുറത്ത് ജനവാസ മേഖലയാണ്. ഇതിന് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യമായ ജനങ്ങൾക്ക് തൃപ്തികരമാവുന്ന ഒരു രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ വലിയ പരാതി. ആ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അവർക്ക് പറയാനുള്ളത്. പിന്നെ ഓക്കെ, വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണല്ലോ ജനങ്ങളെ കൂടുതലായി കേൾക്കാൻ രാഷ്ട്രീയക്കാർ തയ്യാറാകുന്നത്. ഇപ്പോൾ കേൾക്കൂ എന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. വന്യജീവി സംഘർഷത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് വഴിക്കടവിലെ മുക്കണം പൊട്ടിയിലെ മനുഷ്യർ പങ്കുവെക്കുന്നത്. അവിടെ കാട്ടാന ഇറങ്ങി വീണ്ടും കൃഷി നശിപ്പിച്ചിരിക്കുന്നു. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.